ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആവണി ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കുന്ന ഡിവോഴ്സ് നോട്ടീസ് പറന്ന് സേതുമാധവൻ്റെ കാലിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ആവണിയെയാണ്. ആവണി അനഘയോട് ചോദിക്കുകയാണ്, ആൻറ്റി ആ സ്പ്രേയും കൂടി ഞാനെടുത്ത് അടിച്ചോട്ടെ? വേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഇത് കേൾക്കുന്ന ആവണി വീണ്ടും ലിപ്സ്റ്റിക് എടുക്കുമ്പോൾ ദേഷ്യത്തോടെ അനഘ ആവണിയെ പിടിച്ച് തള്ളിയിടുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മീര വരുമ്പോൾ ആവണി പറയുകയാണ്, അമ്മേ ആൻറ്റി എന്നെ തള്ളിയിട്ടു. ഇത് കേൾക്കുന്ന മീര ദേഷ്യത്തോടെ ചെന്ന് അനഘയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ്. തുടർന്ന് മീര പറയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ നിന്റെ കൈ ഞാൻ വെട്ടും. അത്രയും പറഞ്ഞിട്ട് മീര ആവണിയോട് ചോദിക്കുകയാണ്, ഇവളെന്തിനാ നിന്നെ തള്ളിയിട്ടത്? അത് പിന്നമ്മേ ഞാൻ ആൻറ്റിയുടെ ലിപ്സ്റ്റിക് എടുത്തതിനാ. നീ എന്തിനാടി ഇവളുമാരുടെയൊക്കെ എടുക്കാൻ പോകുന്നത്? ഇനി മേലാൽ അത് ആവർത്തിക്കരുതെന്ന് മീര പറയുമ്പോൾ ഇല്ല, ഇനി ഞാൻ ഒരിക്കലും എടുക്കില്ലെന്ന് ആവണി പറയുന്നു. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, കേട്ടില്ലേ, ഇവളെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശാസിക്കാൻ ഇവളുടെ അമ്മയോ, അല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ മോളുടെ മെക്കിട്ടെങ്ങാനും കയറിയാലുണ്ടല്ലോ നിന്റെ പല്ല് 32 ഞാൻ അടിച്ച് താഴെയിടും. മോള് ഈ മുഖമൊക്കെ തുടച്ചിട്ട് അച്ചുവാൻ്റിയുടെ മുറി വല്ലം പോയി ഇരിക്കാൻ നോക്ക്. മനുഷ്യരെയും മൃഗത്തിനെയും തിരിച്ചറിയാത്തവരോടെ മിണ്ടാൻ പോലും നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിൽ ആ ഡിവോഴ്സ് നോട്ടീസ് തപ്പുന്നതാണ്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, നമ്മുടെ പ്രശ്നം നമ്മുടേത് മാത്രമാണ്, അത് മറ്റൊരാൾ അറിയാൻ പാടില്ല. നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കാവൂ, മറ്റൊരാൾ അതിനെക്കുറിച്ച് അറിയരുത്. അത്രയും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ സച്ചിയോട് ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യം പറയാനായി തിരിയുകയാണ് അർച്ചന. എന്നാൽ സച്ചി ഇതിനോടകം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ഡിവോഴ്സ് നോട്ടീസ് താഴെ ഹാളിൽ പറന്ന് നടക്കുന്നതാണ്. സ്നേഹ ആ പേപ്പറിന്റെ അടുത്ത് വരെ ചെല്ലുന്നു. അതേസമയം സന്ദീപ് സ്നേഹയുടെ സ്കൂട്ടിയുടെ ചാവി താഴേക്ക് എറിയുകയാണ്. അത് ആ പേപ്പറിന്റെ അടുത്തേക്കാണ് വീഴുന്നത്. സ്നേഹ അതെന്താണെന്ന് പോലും നോക്കാതെ ആ പേപ്പർ എടുത്ത് സിറ്റ് ഔട്ടിലെ ചെയറിൽ കൊണ്ടുവച്ച് അവിടെ നിന്ന് പോകുന്നു. സ്നേഹയോട് താൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് സച്ചി പറയുമ്പോൾ വേണ്ടെന്നും എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് പ്രൊജക്റ്റ് മേടിക്കാനുണ്ട്, ഏട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞ് സ്നേഹ അവിടെ നിന്ന് പോകുന്നു. അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ്. ഏട്ടത്തി ഓഫീസിൽ വരുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്നും ഞാൻ അല്പം ലേറ്റ് ആകും, നീ പോയിക്കോളാനും പറഞ്ഞ് അവന്തിക അകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് ആ ചെയറിലിരിക്കുന്ന ഒരു പേപ്പർ അവന്തിക ശ്രദ്ധിക്കുന്നത്. അവന്തിക ആ പേപ്പർ എടുത്ത് നോക്കുന്നു. സച്ചിയുടെയും അർച്ചനയുടെയും ഡിവോഴ്സ് നോട്ടീസ് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അപ്പോൾ ഈ അവന്തികയുടെ പ്ലാൻ കൂടാതെ ഇവിടെ വേറെയും പ്ലാൻ നടക്കുന്നുണ്ടായിരുന്നല്ലേ? നിങ്ങളുടെ ഡിവോഴ്സ് ഞാൻ തന്നെ നടത്തി തരാമെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. തുടർന്ന് ആരും കാണാതെ ആ പേപ്പറുമായി അവന്തിക ഹാളിലേക്ക് പോയിട്ട് ഡൈനിങ് ടേബിളിന്റെ അടിയിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അർച്ചനയെ വിളിക്കുമ്പോൾ എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചുകൊണ്ട് അച്ചു താഴേക്ക് വരുന്നു. അത് പിന്നെ ഞാൻ ഇന്ന് ഓഫീസിൽ പോകാൻ അല്പം ലേറ്റ് ആകും, സൈൻ ചെയ്യാനുള്ള ഫയലൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊന്ന് മേടിച്ചു വെച്ചേക്കണം. അത്രയും പറഞ്ഞ അവന്തിക സ്റ്റെയർ കയറിയിട്ട് പറയുകയാണ്, ആ ചെയറിന്റെ ഇടയിൽ എന്തോ പേപ്പർ കിടക്കുന്നല്ലോ. വേസ്റ്റ് പേപ്പർ ആണെങ്കിൽ അമ്പിളിയുടെ അടുത്ത് കത്തിച്ച് കളയാൻ പറഞ്ഞ് അവന്തിക മുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അർച്ചന ആ പേപ്പർ എടുക്കുകയാണ്. അതിനുശേഷം അതുമായി അച്ചു മുകളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മീരയും ആവണിയും കൂടി അനഘയുടെ ബെഡിലിരുന്ന് മുടി ചീകുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന അനഘയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെയാണോ ഇതൊക്കെ ഇടുന്നത്? നിങ്ങൾക്ക് പുറത്തെങ്ങാനും പോയി ചീകൂടെ? അനഘ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് ചീകും. ഇപ്പോൾ എന്താ നിന്റെ പ്രശ്നം? അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞതാ ഇവിറ്റകളെ വേറെ ഏതെങ്കിലും മുറിയിലോട്ടാക്കാൻ. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, നീ പറഞ്ഞിട്ട് നിന്റെ ചേച്ചി കേട്ടില്ലെങ്കിലേ നിനക്കിവിടെ അത്രേ വിലയുള്ളെന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇത് കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ പറയുകയാണ്, വലിഞ്ഞു കയറി വന്നതും പോരാ, വർത്തമാനം കേട്ടില്ലേ? നിങ്ങളെന്താ എന്നെ ഭരിക്കാൻ വരികയാണോ? നിങ്ങളുടെ ഭർത്താവ് ഒരു പിടിപ്പുകെട്ടവനായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് അനഘ പറയുമ്പോൾ ദേഷ്യത്തോടെ അനഘയുടെ കൈ പിടിച്ച് തിരിക്കുകയാണ് മീര. തുടർന്ന് അനഘയുടെ മുടിക്കുത്തി പിടിച്ച് മീര പറയുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്നെ കയറി ചൊറിയാൻ വരണ്ടെന്ന്. ഇനിയും നീ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നാലേ ഈ മീര ആരാണെന്ന് നീ ശരിക്കും അറിയും. അത്രയും പറഞ്ഞ് മീര ദേഷ്യത്തോടെ പോകുമ്പോൾ ദേഷ്യത്തോടെ ബെഡിലേക്ക് ഇരിക്കുകയാണ് അനഘ. തുടർന്ന് ആവണി പറയുകയാണ്, അതെ അമ്മയോടധികം വഴക്കിനൊന്നും പോകണ്ട, അമ്മ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. ഇത് കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ അവന്തികയുടെ അടുത്തിയെന്ന് മീര തന്നെ അടിച്ചെന്നും തൻ്റെ കൈ പിടിച്ച് തിരിച്ചെന്നൊക്കെ പറയുകയാണ്. ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് മീരയുടെ അടുത്തേക്ക് അനഘയും കൂട്ടിക്കൊണ്ട് അവന്തിക ചെല്ലുന്നു. മീര എന്തിനാ ഇവളെ തല്ലിയത്? ശരീരത്തൊട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയെ മാറ്റി നിർത്തി മീര പറയുകയാണ്, അതെ നിങ്ങളുടെ അനിയത്തിയുടെ സംസാരം കേട്ട ആർക്കാണെങ്കിലും ഒന്ന് കൊടുക്കാൻ തോന്നും. ഇത്രയും തങ്കപ്പെട്ട ഒരു ചേച്ചിക്ക് ഇവളെ പോലത്തെ അനിയത്തി എങ്ങനെ പിറന്നെന്നാ ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവന്തിക ഒന്നും മിണ്ടാതെ പോവുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ നിൽക്കുന്ന അനഘയുടെ അടുത്തേക്ക് എന്ന് മീര പറയുകയാണ്, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്നെ മര്യാദ പഠിപ്പിച്ചിരിക്കും, നീ കണ്ടോ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ കാത്ത് പുറത്ത് ബെഞ്ചിലിരിക്കുന്ന സേതുവിനെയാണ്. സച്ചി അങ്ങോട്ടേക്ക് വരുമ്പോൾ സേതു പറയുകയാണ്, ഞാൻ ഒരു തീരുമാനമെടുത്തു,
നിന്റെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ടാകാമെന്ന് കരുതി. അത്രയും പറഞ്ഞ് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹകാര്യം പറയുകയാണ് സേതു. നമുക്ക് സന്ദീപിനോട് ഒന്ന് ചോദിക്കണ്ടേ എന്ന് സച്ചി പറയുമ്പോൾ വേണ്ടെന്നും അവന് സമ്മതം തന്നെയായിരിക്കും. ഞാൻ തന്നെയല്ലേ നിന്റെയും അച്ചുവിൻ്റെയും വിവാഹം നിശ്ചയിച്ചത്. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ലല്ലോ. നിങ്ങളെപ്പോലെ തന്നെ അവരും ജീവിച്ചോളും. ഇതൊക്കെ കേൾക്കുന്ന സച്ചി വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. ഇന്ന് എന്താണെങ്കിലും സന്ദീപിന്റെയും ആതിരയുടെയും കാര്യം സച്ചി ഏട്ടനോട് പറയണം. ഉടൻ തന്നെ എന്താണെങ്കിലും പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ് അർച്ചന. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.